ഇക്കിഗായ് ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. 1, വാട്ട് ഡു യു ലവ്? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? 2, വാട്ട് ആർ യു ഗുഡ് അറ്റ്? നിങ്ങളുടെ ടാലൻ്റ് എന്താണ്? നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുക? വാട്ട് ഡസ് വേൾഡ് നീഡ്? നമ്മുടെ ലോകം ആവശ്യപ്പെടുന്നത് എന്താണ്? വാട്ട് ക്യാൻ യു ബി പെയ്ഡ് ഫോർ? അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഈ 4 ചോദ്യങ്ങളും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വാട്ട് ഡു യു ലവ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സമയം പോകുന്നത് അറിയാതിരിക്കുക, അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നാതിരിക്കുക, അങ്ങനെയുള്ളതാണ് വാട്ട് ഡു യു ലവ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇനി വാട്ട് ആർ യു ഗുഡ് അറ്റ്? നിങ്ങൾക്കുള്ള കഴിവ് എന്താണ്, ടാലൻറ്റ് എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് തോന്നും ശരിക്കും ഫസ്റ്റത്തെ ആ ഒരു ചോദ്യവും സെക്കൻഡത്തെ ചോദ്യവും സിമിലർ അല്ലേന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പോൾ അതല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ ടാലൻറ്റ്. അത് ഉണ്ടാവുന്നത് പരിശീലനത്തിലൂടെയും എക്സ്പീരിയൻസിലൂടെയും പരിശ്രമത്തിലൂടെയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവ് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അത് ശരിക്കും ഭയങ്കര നല്ല രീതിയിലുള്ളൊരു ആത്മവിശ്വാസമായിരിക്കും നമുക്ക് തരുന്നത്. പിന്നെ വാട്ട് ഡസ് വേൾഡ് നീഡ്? നമ്മുടെ ലോകം ആവശ്യപ്പെടുന്നത്, ലോകത്തിന് വേണ്ടത് എന്താണ്? നമ്മുടെ സൊസൈറ്റിക്ക്, മനുഷ്യർക്ക്, പ്രകൃതിക്കൊക്കെ നമ്മൾ ചെയ്യുന്നൊരു ജോലിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയിലൂടെ എന്താണ് അവർക്ക് സംഭാവന ചെയ്യുന്നത്? അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ജോലി ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ജോലി ഒരു സർവീസായി മാറും, അതൊരു സേവനമായിട്ട് മാറും. വാട്ട് ക്യാൻ യു ബി പെയ്ഡ് ഫോർ? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലം എന്താണ്? അത് ശരിക്കും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു തോട്ടാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇഷ്ടത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉള്ളൊരു കഴിവ് നമ്മൾ ലോകത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു പ്രതിഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ആ ചെയ്യുന്ന കാര്യത്തിന് അർത്ഥമുണ്ടാവില്ല. അത് ചെയ്യുന്നതിലൂടെ അത് ദീർഘകാലം നിലനിൽക്കുന്ന ഒന്നായിരിക്കില്ല, അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. അപ്പോൾ ഈ 4 പോയിന്റും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഒരു ജോലി എന്നുള്ളതൊക്കെ തിരഞ്ഞെടുക്കാൻ. നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ ഈ 4 കാര്യങ്ങളുണ്ടോ? അത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണോ? അത് ചെയ്യാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ടോ? അത് നമ്മുടെ ലോകത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭാവന നൽകുന്നുണ്ടോ? അതിൽ നിന്ന് നമുക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ടോ? ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ ആ ഒരു പാത്ത് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്.